എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ്. അപ്പോൾ കുറേ നാളിന് ശേഷം ജേർണൽ ചെയ്യുന്ന ഞാൻ വേറെ ഒന്നും ഫിക്സ് ചെയ്തിട്ടുള്ള ജേർണലിൽ ലാസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ബ്രൗൺ തീമിലുള്ളതാണ്. വേറെ ചെയ്തിട്ടില്ല. വേറെ കുറച്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ 2 ദിവസം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിൽ പ്ലാനൊന്നുമില്ല ചെയ്യാൻ, വെറുതെ ചെയ്യാൻ വിചാരിച്ചാണ്. ഈ ജേർണലിൽ ഈ ഐസ് പെൻസിൽസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എന്ന് പറയുമ്പോൾ സാധനം ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഗ്ലൂ ഇല്ല. അപ്പോൾ ഗ്ലൂ ഇല്ലാതെ ചെയ്യുന്ന ഒരു ജേർണൽ എന്ന് പറയാം. ഞാൻ അങ്ങനെ വിചാരിച്ചു, ഗ്ലൂ ഇല്ലാതെ ചെയ്യണം. അപ്പോൾ ഞാനിത് ചെയ്യാനായിട്ട് ടിഷ്യൂ പേപ്പറും ഉപയോഗിക്കുന്നുണ്ട്. കുഞ്ഞു പീസ് ടിഷ്യൂ പേപ്പർ മതി, അധികമൊന്നും വേണ്ട. അത് ടിഷ്യൂ പേപ്പറിൽ നിന്ന് വിചാരിക്കും, ബട്ട് ഗ്ലൂ വേണ്ട. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോയത്, ചെയ്യാൻ ഫസ്റ്റ് നമുക്ക് കവായിൽ 7 ഷീറ്റ് എടുത്തിട്ട് 50 ഷീറ്റ് എന്ന് പറയുന്നത് ബ്ലൂ. അപ്പോൾ ബ്ലൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലൂ ഉണ്ടാക്കാം. കിട്ടിയിട്ട് ഞാൻ കുറേ കണ്ടു, കുറേ ടീമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഷീറ്റിൽ കുറച്ച് പേസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ ഫുള്ള് പേസ്റ്റ് ആയിട്ട് ഇവിടെ എന്തെങ്കിലും ഉൾപ്പെടുത്താൻ തോന്നുന്നത്. അതിനെൻ്റെ കളേഴ്സ് ഇവിടെ എന്തെങ്കിലും ഇനിയും ഡെവലപ്പ് ചെയ്യാൻ വേണം, അതൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ ടിഷ്യൂ പേപ്പർ അങ്ങനെ ഗ്ലൂ ഇല്ലാതെ യൂസ് ചെയ്യുന്നതായിരിക്കുമോ ചോദിക്കാൻ വേണം. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതല്ല, ടിഷ്യൂ പേപ്പർ ആവശ്യത്തിനാണ് ഉപയോഗിക്കാം. ഞാൻ ഇങ്ങനെ എടുത്ത് കൊടുത്താൽ ഇങ്ങനെ കീറിയിട്ടാൽ മതി. അപ്പോൾ അങ്ങനെ വെച്ചെടുത്തതിന് ശേഷം ഞാൻ ഇത് കണ്ട ഒരു ഫ്ലവറാണ്. അപ്പോൾ ഇത് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് ടിഷ്യൂവിൽ കൂടി കൊണ്ടിട്ട് വേണം ഇന്നത്തെ ഇരുന്നോളൂ, പറഞ്ഞില്ല. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ സാധനം എന്താ ഇങ്ങനത്തെ പറഞ്ഞ മരുന്ന്. അപ്പോൾ ഞാൻ എന്താ ഇത് വെറുതെ വെച്ചു. ഒരു മൈൻഡ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കുന്നില്ല, കാരണം വെറുതെ ചെയ്യുന്നതാണ്. ഒരു 4 ജേർണൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് കുറച്ച് സെലക്ഷൻസ് ഉണ്ടല്ല. അപ്പോൾ ഞാൻ അതിന് ക്ലൗഡ് എടുത്തോ. ഞാൻ ഇപ്പോൾ എൻ്റെ വീഡിയോ ജേർണലൊക്കെ ചെയ്യുന്ന ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അവിടെ വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ടിഷ്യൂ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പം ഞാൻ അതിൻ്റെ ടിഷ്യൂ അത് നല്ലോണം ഇതായിട്ട് എനിക്ക് കീറിയിട്ട് തരും. ഞാൻ കീറിയിട്ട് കേട്ടോ, ഞാൻ കുറച്ച് ഞാൻ കീറിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഇങ്ങനെ കാണാൻ പ്ലാൻ ചെയ്യണം. അപ്പോൾ തന്നെ എനിക്ക് ക്യാൻഡി തീമാണ് ഓർമ്മ തന്നെ. അപ്പോൾ ഞാൻ ക്യാൻഡി തീമിലാണ് ചെയ്യാൻ പോകണം. ഞാൻ കുറച്ച് ക്യാൻഡീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്യാൻഡി ഇല്ല, ചോക്കോബാർ. അത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ വേറെ സ്റ്റിക്കേഴ്സിൽ വേറെ എവിടെയും ഞാൻ വെച്ച് നോക്കണം. ഞാൻ ചെയ്യുന്ന ഈ ഒരു സ്ഥലത്ത് മാത്രം ഞാൻ വെച്ച് കേക്കാണ്. കേക്ക് കുറച്ച് ചങ്ങനെടുക്കുക, അത് ഇടുന്നു.
എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം ഇതിനുള്ളിൽ ഞാൻ കളേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ അതെടുത്തിട്ട് അപ്പോൾ ഞാൻ ഇതിനൊരു ക്യാൻഡി തീം പറയുന്നത് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് പർപ്പിളാണ്. അപ്പോൾ ഞാൻ പർപ്പിളും കൊണ്ട് ക്യാൻഡിയിൽ എഴുതി കൊടുക്കാൻ പറ്റും കേട്ടോ. എഴുതുമ്പോൾ കുറച്ച് ഭംഗിക്ക് എഴുതും. എന്തേലും ഞാൻ കുറച്ച് നോക്കിച്ചിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ ക്യാൻഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ചൊന്ന് കളർ മനസ്സിലാവുന്ന രീതിയിലാക്കി കൊടുക്കുന്നുണ്ടോ. എനിക്ക് മോർ ഐഡിയാസ് ഇല്ല ചെയ്യാൻ. ഒരു വീഡിയോ കൂടി ഞാൻ വീഡിയോ ഇടാം. ബട്ട് എനിക്ക് ടൈമാണ് മനസ്സിലാക്കുന്നത്. ടൈം എനിക്ക് കിട്ടില്ല. എനിക്ക് പിന്നെ സ്കൂളിൽ നിന്ന് വന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. സാറ്റർഡേ ആണെങ്കിലും ക്ലാസ് ഉണ്ടായി. അപ്പം ഇങ്ങനെയാണ് ക്യാൻഡിൽ സീ കുറച്ച് ക്യാൻഡിൽ എഴുതിക്കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടില്ല. NDY എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വേറൊരു ക്യാൻഡി തീമൊന്നും കിട്ടാത്തതുകൊണ്ട് ഒരു ക്യാൻഡി തീം ഇത് ഡോണറ്റൊക്കെ ഡോണറ്റാണല്ലോ എനിക്ക്. അപ്പോൾ ഞാൻ എന്താ ഡോണറ്റ് ഇവിടെ ഇട്ടാണ് ഇത് പെട്ടെന്ന് ഡോണറ്റ് തോന്നുന്നില്ല. പിന്നെ അതിലേക്ക് ഒരു റെയിൻബോ ഒരു സാധനം റെയിൻബോ സാധനം രീതിയില്ല. അപ്പോൾ ഞാൻ ജേർണൽ പകുതി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഈ കുട്ടികൾ കാണുന്നത് കവായാണ്. അപ്പം ഞാൻ ഒന്ന് എടുക്കാൻ നോക്കിയിട്ട് അത് കുറച്ച് അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന സ്റ്റിക്കർ ഇതാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഒട്ടിച്ചെടുത്തു. ഇത് വേറെ കയറി പോയെങ്കിലും ഞാൻ അത് ഒന്നുകൂടി ചെയ്യണം. സൂക്ഷിച്ച് പിടിച്ചാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കൊച്ചിനെ ക്യാൻഡിയുടെ മുകളിലായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. കൊച്ചിനെ വെച്ചിട്ട് കുറച്ച് ചെറുതായിട്ട് ഇതാണ് കുറച്ച് ഭംഗിയിട്ട് എൻ്റെ കയ്യിലിടുക. ഇവിടെയിട്ട് ഒരു ബട്ടൻ്റെ ഒരു സാധനം ഇട്ടിട്ട് അപ്പോൾ ക്യാൻഡിയുമായിട്ട് നമുക്ക് വെക്കാമല്ലോ. വെച്ചോട്ടല്ലേ. അപ്പം എൻ്റെ ജേർണൽ ഏകദേശം കഴിഞ്ഞു. എന്നാലും ഇതിലേക്ക് ഒരു കുഞ്ഞി കുഞ്ഞി സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് കുറച്ചുകൂടിയും ഭംഗി ഉണ്ടാവും. സ്റ്റാർ ടൈപ്പാണ് ഇതിന് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ഇതെന്ന് പറയുന്നത് ചിലയിടൊക്കെ വെറുതെ കാണിക്കാൻ വെച്ചേക്കുന്നതായിരിക്കും. സ്റ്റിക്കർ ഉണ്ടാവില്ല.
എൻ്റെ മിക്കതും അങ്ങനെയാണ്. എനിക്ക് സ്റ്റിക്കറായിട്ടില്ല. എന്നാൽ സ്റ്റിക്കർ വാങ്ങിയിരിക്കുന്നത് ഇത് ഏകദേശം ടൈപ്പാണ്. കുറച്ച് അവിടേക്ക് ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേറെ കാണുന്നില്ല. അപ്പോഴാണ് എനിക്കൊരു ഓർമ്മയുള്ളത്. പിന്നെ മുകളിൽ അതിനൊട്ടിക്കണ്ടേ ഒട്ടിച്ച് സ്റ്റിക്കേഴ്സ് ഏകദേശം ഈ ഷീറ്റ് തീരാറായി. എന്നാലും ഞാൻ വേറെ ഷീറ്റിൻ്റെ കുഞ്ഞ് സ്റ്റാർസൊക്കെ കൊടുക്കണം. ഇതൊക്കെ വെറുതെ കാണിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതിലേക്ക് സ്റ്റിക്കേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി ഉണ്ടെങ്കിലും ഞാൻ ജേർണലിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ക്യാമ്പയിനോ അപ്പോൾ ഇതിലേക്ക് വേറെ കൊണ്ടുവരണം എനിക്ക് എന്നാലും ഇത് വന്നേക്കാൻ തീരുന്നു. കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ വേറെ സാധനം കണ്ടു. എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ലൊരു സാധനമാണ്. ഞാൻ അത് ഇവിടെ ഈ ഒരു പോയേനെ ബട്ടർ സൂക്ഷിച്ച് കട്ടി. ഇനിയിപ്പോൾ ഞാൻ ഇത് ഒട്ടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഇവിടെ വേണ്ടത് ഇവിടെയാണ്. പിന്നെ എന്താ ഇവിടെയും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജേർണൽ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ജേർണലിൽ വെക്കാനായിട്ട് ജേർണൽ സ്റ്റിക്കേഴ്സ് വെക്കാനായിട്ട് എൻ്റെ ഞാൻ മൈക്രോസോഫ്റ്റ് സ്റ്റിക്ക് ഉണ്ടാക്കി ഞാൻ കൊടുക്കുന്നുണ്ട്. ബട്ട് ഞാൻ ഉപയോഗിച്ചിട്ടാണ് കയറി പോയിട്ടുണ്ട്. ഇപ്പം നല്ല നോക്കുന്നില്ല. അപ്പോൾ എൻ്റെ ജേർണൽ ഇങ്ങനെയാണുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അവസാനത്തെ ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇത് കുറച്ച് ഭംഗിയായിട്ട് കുറച്ച് ഡെക്കറേഷൻ ചെയ്തു. നാളെ ഡെക്കറേറ്റ് ചെയ്യാൻ അറിയില്ല. സോ ഐ ജസ്റ്റ് കീപ്പിംഗ് ലൈക്ക് ദിസ്. 2 മിനിറ്റ് ഇങ്ങനെ 2 സ്ക്വിഷീസ് വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ബൊക്കയിൽ ഈ ഫ്ലവർ ഈ ഫ്ലവർ ഓഫ് ചെയ്തു. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് എൻ്റെ ജേർണലിൻ്റെ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ.